എടി പീരിയഡ്സ് ആയിട്ട് അടുക്കളേക്കായിരുന്നോ? ആ മോളെ എഴുന്നേറ്റോ? ചായേ കപ്പിലുണ്ട് കേട്ടോ, ചായ കുടിച്ചോ. എന്തു പറ്റി, വയ്യേ? അമ്മ എനിക്കിപ്പോൾ വേണ്ട, തീരെ വയ്യ, എനിക്ക് പീരിയഡ്സ് ആയേക്കാം. ആണോ? മോക്ക് എങ്ങനെയാ, 2-3 ദിവസത്തേക്ക് ക്ഷീണമൊക്കെ ഉണ്ടാവുമോ? ഉണ്ടാവുമെന്നോ? തീരെ വയ്യാണ്ടാവും. ആദ്യത്തെ 2-3 ദിവസമൊക്കെ ചത്ത അവസ്ഥ. ഇപ്പോൾ തന്നെ വയറുവേദനയൊക്കെ തുടങ്ങി, തീരെ വയ്യ. ആണോ? എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ. പണ്ട് ഇതുപോലെ തന്നെയായിരുന്നു, എനിക്ക് നല്ല വയ്യായി ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാവും. മോള് പോയി കിടന്നോ, ഇപ്പോൾ ഒന്നും എഴുന്നേറ്റ് വരണ്ട. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി എഴുന്നേറ്റ് വന്നാൽ മതി കേട്ടോ. ഞാൻ അച്ചമ്മയ്ക്ക് ചായ കൊടുക്കട്ടെ. ശരി അമ്മ. അമ്മ ചായ. മീനുവിനെ കണ്ടില്ലല്ലോ, എന്തിയേ? മീനു എഴുന്നേറ്റിട്ടില്ലമ്മ. ആ, സമയം ഇവിടെ 7 മണിയായി, എന്നിട്ട് ഇതുവരെ എഴുന്നേറ്റില്ല അല്ലേ? ഇതൊക്കെ നിന്റെ കഴിവുകേടാണ് ദേവി. വന്ന് കയറിയ മരുമകള് 7 മണിയായിട്ട് ഉറങ്ങി എഴുന്നേറ്റില്ലെങ്കിൽ അത് നിന്നെ കൊണ്ട് കൊള്ളില്ലാത്തോണ്ടാണ്. അമ്മ ആ കുട്ടിക്ക് പീരിയഡ്സ് അയക്കാം, മാസം മുറ. അപ്പം എന്നോട് പറഞ്ഞു ഇപ്പം. അപ്പം ഞാൻ പറഞ്ഞു എന്തിനാ അപ്പം നേരത്തെ എഴുന്നേക്കണം, അതിന് തീരെ വയ്ക്കുക. ഞാൻ പറഞ്ഞു പോയി കിടന്നോളാൻ, ഞാൻ പറഞ്ഞിട്ട് കിടക്കുന്നയാ. ഹോ, ലോകത്താദ്യമായിട്ടായിരിക്കും അല്ലേ ഒരു പെണ്ണിന് മാസം മുറ ഉണ്ടാവള്. അത് ആദ്യത്തെ സ്ത്രീ ആയിരിക്കും അവള്. നമുക്കൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നീ എല്ലാത്തിനും ഇങ്ങനെ വളം വെച്ച് കൊടുത്തോ ദേവി. ഇങ്ങനെ പോയാൽ അവളുടെ അഹങ്കാരത്തിനായിരിക്കും ഈ വീട് മുന്നോട്ട് പോണത്. നീ ഇങ്ങനെ പോട്ടെ സാരമില്ല എന്നൊക്കെ വയ്ക്കുമ്പോണ്ടല്ല അവൾ കാണിച്ചു കൂട്ടുന്നത് നാളെ നീ നോക്കിക്കോ. എന്തിനാ അമ്മ ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങളൊക്കെ? ആ കുട്ടി കിടന്നോട്ടെ, കുഴപ്പമില്ല, വയ്യാത്തോണ്ടല്ലേ. ഞാൻ നിന്റെ അമ്മായിയമ്മയല്ലേ? അതേപോലൊരു അമ്മായിയമ്മ തന്നെയല്ലേ നീയും. ആ പെണ്ണിന് നീ അമ്മായിയമ്മയായിരിക്കണം, അല്ലാണ്ട് ഒത്തിരി സ്വാതന്ത്ര്യം ഒന്നും കൊടുക്കേണ്ട ഒരാവശ്യമില്ല. നീ എൻ്റെ മകനെ കല്യാണം കഴിച്ച് ഈ വീട്ടിലോട്ട് കയറി വന്ന സമയത്ത് നീ ഇപ്പം കാണിക്കണ കൂട്ട് കാണിച്ചിരുന്നെങ്കിൽ എന്താവും അവസ്ഥ? ഞാൻ അന്ന് കടുംപിടുത്തം പിടിച്ചോണ്ടാണ് നീ ഇന്നിപ്പോൾ 5 മണിക്കൊക്കെ എണീറ്റ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തണത് കേട്ടാ. ഞാൻ ചെയ്തതിൻ്റെ ഗുണം നിന്നെ കാണാനുണ്ട്, അതുപോലെ നീ നിൻ്റെ മരുമകളിലും കാണിക്കേ. അമ്മ എന്തായാലും ഇപ്പം ഞാനിവിടെ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ കൊച്ചിനെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട. ആ, അതൊക്കെ ഞാൻ പറഞ്ഞത് പിടിച്ചില്ല അവള്. ആ എങ്ങനെയുണ്ട് മോളെ, വയറുവേദന കുറഞ്ഞോ? ഇത്തിരി കുറവുണ്ടമ്മ. ഞാൻ ദോശ ഉണ്ടാക്കി വെച്ചിട്ട്, മോള് ദോശ കഴിച്ചിട്ട് കിടന്നോ. അല്ല അമ്മ ഒറ്റയ്ക്ക് എങ്ങനെ എല്ലാം കൂടി ചെയ്യണേ, ഞാനും കൂടെ സഹായിക്കാം. അതൊന്നും സാരമില്ല മോളെ, എനിക്ക് ചെയ്യാവുന്ന പണിയല്ലേ ഇവിടെ ഉള്ളൂ, അതൊക്കെ ഞാൻ ചെയ്തോളാം. ആഹാ, നിന്നോട് ആരാണ് ഈ അടുക്കളയിൽ കയറാൻ പറഞ്ഞത്? ഡി ദേവു, നീ പറയണ്ടല്ലേ, ഇതെന്ത് പഠിത്താണിത്? അമ്മ എന്തമ്മ അങ്ങനെ ചോദിച്ചേ? ഈ മാസം മുറ ആയിരിക്കുമ്പോ ആരേലും പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറുവോ? ഇങ്ങനെയാണ് നിന്റെ അമ്മ പഠിപ്പിച്ച് വിട്ടേക്കണത്. അച്ഛമ്മ അതിനിപ്പോൾ എന്താ, പീരിയഡ്സ് ആയെന്ന് വിചാരിച്ചിട്ട് അടുക്കളയിൽ കയറുന്നതിന് എന്താ കുഴപ്പം? ആഹാ, നീ ഇത് ആദ്യമായിട്ടാണ് ഇത് കേക്കണത്. നല്ല കുടുംബം, നല്ല ബന്ധു, എൻ്റെ കൊച്ചുമോന് കിട്ടിയ ബന്ധം എന്തായാലും കൊള്ളാം. ഈ പെണ്ണേ, അടുക്കളയിൽ അങ്ങനെ മാസം മുറയായിരിക്കുമ്പോൾ ആരും കയറില്ല, ഇതൊരു അശുദ്ധിയാണ്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമല്ലേ, അതൊന്നും അത്ര നല്ലതല്ല. എൻ്റെ അമ്മ അങ്ങനെയൊന്നുമില്ല, പിന്നെ പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ. നീയും കൂടി ഇതിന് കൂട്ടി നിൽക്കുകയാണ് ദേവി. നിനക്ക് ഇവിടുത്തെ രീതികളൊന്നും അറിയില്ലേ, നിനക്ക് ഓർമ്മയില്ലേ? നീ എൻ്റെ മകനെ കല്യാണം കഴിച്ച് ഇവിടെ വന്നിട്ട് നിനക്ക് ആർത്തവം ഉണ്ടായ സമയത്ത് ഞാൻ നിന്നെ അടുക്കളയിൽ കയറ്റിയിട്ടില്ല. നിനക്ക് ഭക്ഷണം കൊണ്ട തരുമായിരുന്നു ഈ ഇരിക്കണ സ്ഥലത്തേക്ക്, അല്ലേ? മറന്നുപോയേ നീ? നീ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് നിന്റെ ആർത്തവം നിൽക്കണ വരെ അങ്ങനെ തന്നെയായിരുന്നു പഠിത്തം. ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് മറന്നു പോയാ? എൻ്റെ അമ്മ ഈ കാലം മാറിയില്ലേ. അങ്ങനെ ഇപ്പം മാസമുറയായിട്ടുള്ളൊരു കുട്ടി അടുക്കളയിൽ കയറി എന്ന് വെച്ചിട്ട് ഇപ്പം എന്ത് സംഭവിക്കാനാ? അങ്ങനെയൊക്കെ നമ്മൾ എന്തിനാ നോക്കാൻ നിൽക്കണത്? മീനുവിൻ്റെ വീട്ടിലും അങ്ങനെയൊന്നും ഇല്ല, പിന്നെ നമ്മളായിട്ട് എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിർബന്ധിക്കണേ? ഓ, ഈ തള്ള പറയണതാണ് നിങ്ങൾക്ക് ഒക്കെ കുഴപ്പമല്ലേ? നിങ്ങളൊക്കെ ചെയ്യണതൊക്കെ നല്ലത്. ഇവിടെ എന്തായാലും നശിച്ച്, അത് ഉറപ്പല്ലേ. ഇവിടുത്തെ രീതികളും മാറി, എല്ലാം മാറി. അമ്മ അമ്മ അച്ഛമ്മയ്ക്ക് വിഷമായി കാണോ? മോളതൊന്നും കാര്യമാക്കണ്ട. അച്ചമ്മ പണ്ട് തൊട്ടേ വിശ്വസിച്ച് വരുന്ന കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്, അതിൽ തൂങ്ങിയാണ് ഇപ്പോഴും നിൽക്കണത്. അതിവിടെ നടക്കാണ്ടാകുമ്പോൾ കാണിച്ചു കൊടുക്കുന്ന ദേഷ്യമൊക്കെയാണ്. അതൊന്നും കാര്യമാക്കണ്ട. മോള് ദോശ എടുത്ത് കഴിക്കാൻ നോക്ക്, അത് സാരില്ല.
അല്ല ഇതെന്ത് പഠിത്താടുതൊക്കെ? എന്താ അച്ഛമ്മേ? മാസമുറയായിരിക്കുമ്പോ ആരേലും കട്ടിലിൽ കയറി ഇരിക്കുവോടി? അതിനിപ്പോ എന്താ, ഞാനിവിടെ തന്നെയല്ല കിടക്കാറ്. അപ്പൊ കട്ടിലിരുന്നു വെച്ചപ്പോ എന്ത് സംഭവിക്കാനാ? എടി കൊച്ചേ, ഈ മാസമുറയായിരിക്കുമ്പോ ഇങ്ങനെ കട്ടിലൊന്നും കിടന്നുകൂടാ. നിന്റെ ഭർത്താവ് ഈ കട്ടിലല്ലേ കിടക്കണത്? അവന്റെ കൂടെയാണ് നീ കയറി കിടക്കാൻ പോടുത്ത്. നിനക്ക് എന്തേലും ബോധമുണ്ടാ? എന്ത് വിവരമാണ് നിനക്കുള്ളത്? ഇങ്ങനെയൊന്നും കിടന്നുകൂടാ. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ മാസമുറയായ പെണ്ണുങ്ങൾക്ക് കിടക്കാൻ വേണ്ടി ഒരു പ്രത്യേക മുറി ഉണ്ടാവും. അതിലാണ് പെണ്ണുങ്ങൾ കിടക്കുക. അല്ലേ വല്ല ചായപ്പോ അത് പുറത്തായിരിക്കും. പിന്നെ അതൊന്നും വേണ്ട, റൂമിൽ തന്നെ ഇരിക്കുക. പക്ഷെ ഈ കട്ടിലിൽ കിടക്കാതിരുന്നോടെ നിനക്ക് നാണമുണ്ടോ? നിനക്ക് ഒരു പായ വിരിച്ച് നിലത്ത് കിടന്നാൽ പോരെ? അച്ഛമ്മ ഇങ്ങനെ മനസാക്ഷിയില്ലാണ്ട് സംസാരിക്കല്ലേ. ഒരാൾക്ക് പീരിയഡ്സ് ആയിട്ടിരിക്കുമ്പോൾ എന്തൊക്കെ വയ്യായകളുണ്ടാവും. രാവിലെ തൊട്ട് എനിക്ക് തീരെ വയ്യ. വയറുവേദനയും നടുവേദനയും തലവേദനയും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിലത്തൂടെ കിടക്കണോ? എന്നെ കൊണ്ട് പറ്റത്തില്ല. ആഹാ, ഇതൊക്കെ മനസ്സിലാവണമെങ്കിലേ നല്ല കുടുംബത്തിൽ ജനിക്കണം. ഇതൊക്കെ പറഞ്ഞു തരാൻ പറ്റിയ നല്ല തന്തയും തള്ളിയും വേണം. അതില്ലാത്തതിൻ്റെ കുഴപ്പമാണ് നീ കാണിച്ചുകൊണ്ടിരിക്കണത്. അച്ഛമ്മേ, കാര്യമൊക്കെ ശരി, ഞാൻ ആവശ്യത്തിനുള്ള റെസ്പെക്റ്റ് ഒക്കെ തരുന്നുണ്ട് എന്നും പറഞ്ഞ് എൻ്റെ വീട്ടുകാരെ പറയാൻ നിൽക്കരുത്. ഞാൻ പീരിയഡ്സ് ആയിരിക്കുമ്പോൾ ഈ കട്ടിലിൽ കിടക്കുന്ന എൻ്റെ ഭർത്താവിനൊരു പ്രശ്നമില്ല. എൻ്റെ ഭർത്താവിനില്ലാത്ത പ്രശ്നം വേറെ ആർക്കും വേണ്ട. അവളുടെ അഹങ്കാരം കണ്ടില്ലേ? മേനോട്ടവള് ഒരു കാലത്തും ഗുണം പിടിക്കില്ല. മോളെ, അവനെവിടെ പോയതാ? ഏട്ടൻ എൻ്റെ പാഡ് തീർന്നായിരുന്നു, അപ്പോൾ ടൗണിൽ പോയി അത് വാങ്ങിക്കാൻ പോയതാ. എന്താണ് ഈ പെണ്ണ് കാണിക്കരുത്? ആ ചെറുക്കനെ കൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ മേടിപ്പിക്കണേ. അവനൊരാണല്ലേ? അതിനെന്താ അച്ഛമ്മേ, എനിക്ക് പോകാൻ വയ്യ. ഞാൻ എൻ്റെ ഭർത്താവിനെ കൊണ്ടല്ലേ എൻ്റെ പാഡ് വാങ്ങിപ്പിച്ചേ. അതിനിപ്പോൾ എന്താ തെറ്റ്? അതെ, തെറ്റ് തന്നെയാണ്. കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കും മേന കേട്ടത്. ഇതിനൊക്കെ ഓരോ രീതികളുണ്ട് മോളെ. ആ പാട് തീർന്ന് കഴിയുമ്പോൾ അവനെ അല്ല പറഞ്ഞയക്കേണ്ടത്, അവനാണാണ്. ഇതൊരു അശുദ്ധിയായിട്ടുള്ള കാര്യമാണ്. അതിനൊക്കെ ഓരോ രീതികളില്ലേ ചെയ്യാൻ. ലോകത്തുള്ള ആൾക്കാർ മൊത്തം പാടൊന്നും അല്ല ഉപയോഗിക്കണത്. തുണിയൊക്കെയാണ്. നീ ആ പാട് തീർന്നെങ്കിൽ തുണി എടുത്ത് മടക്കി വെക്കണം. അല്ലാണ്ട് ആണുങ്ങളെയാണ് ഇതിനൊക്കെ പറഞ്ഞു വിടുന്നത്. ഈ പെണ്ണ് വന്ന് ഈ കുടുംബം നശിപ്പിക്കും. അമ്മേ, ഒന്ന് നിർത്തിക്കേ. കുറെ നേരമാകുമ്പോൾ തുടങ്ങിയിട്ട് അമ്മ ഇത് എവിടെയാണ് പറഞ്ഞു പോകുന്നത്? ലോകം ഇത്രയും മാറിയിട്ടും 2026 എന്നിട്ട് അമ്മ ഈ പഴയ 1960 ചിന്തയും വെച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അമ്മ എന്താ ഈ കണ്ടത് കാണിച്ചു കൊടുത്തത്? കുറെ നേരം ഇനി അത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ക്ഷമിക്കുന്നതിനൊരു പരിധി ഉണ്ടമ്മേ. ഈ പീരിയഡ്സ് അല്ലെങ്കിൽ മാസമുറ അതൊരു അശുദ്ധിയായിട്ടുള്ള കാര്യമല്ല. ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ ഒരു ശരീരത്തിൽ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിനെ ഇങ്ങനെ ഒരുമാതിരി എന്തോ ഒരു മോശപ്പെട്ട കാര്യം പോലെ കാണുന്ന എന്താ അമ്മ ഇത്? ആർത്തവത്തിലായിരിക്കുന്ന ഒരു പെണ്ണ് എന്തോ ഒരു വേദനയും പ്രയാസവും സഹിച്ചിട്ടാണ് ആ ഒരു സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്കും അറിയാലോ, അമ്മയൊരു പെണ്ണല്ലേ. എന്നിട്ടാണ് അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത്, കുറേ അന്ധവിശ്വാസങ്ങളും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ മകനെ കല്യാണം കഴിച്ച് ഞാൻ ഈ വീട്ടിലോട്ട് കടന്നു വന്ന സമയത്ത് അന്ന് മുതൽ എൻ്റെ ആർത്തവം നിൽക്കുന്ന ആ ഒരു ദിവസം വരെ അമ്മ എന്നെ ഉപദ്രവിച്ചതൊക്കെ എനിക്ക് നല്ലോണം അറിയാം. അന്ന് പിന്നെ എനിക്ക് തിരിച്ച് സംസാരിക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു. ഇന്ന് അതുകൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, അമ്മ എനിക്ക് എൻ്റെ മോള് തന്നെ കേൾക്ക്. എനിക്ക് ഈ ആയിട്ടിരിക്കുന്ന സമയത്ത് അമ്മ എന്നെ ഒരു അപ്പുറേ ഉള്ളൊരു ചായ്പിലായിരുന്നു. അന്നത് ഇപ്പം അതില്ല. ആ ചായ്പിലാണ് എന്നെ കൊണ്ട് കിടത്തിയിട്ടുണ്ടായിരുന്നത് ആദ്യമൊക്കെ. പിന്നെ അവസാനമൊക്കെ ആയപ്പോഴാണ് ഒരു മാറ്റം വന്നത്. പിന്നെ എന്നെ അടുക്കള കയറ്റത്തില്ലായിരുന്നു. അടുക്കളയിൽ ഭക്ഷണവും ഒരു തുള്ളി വെള്ളം പോലും അമ്മ കൊണ്ട് തന്നിട്ട് എനിക്ക് കിട്ടുകയുള്ളായിരുന്നു. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എന്നാണ്ട് ഒരു കറിവേപ്പിൻ്റെ എങ്ങാണ്ട് ചെടി, ആ കറിവേപ്പിൻ്റെ ചെടിയിലെങ്ങാണ്ട് ഞാനിങ്ങനെ ആയിട്ടിരിക്കുന്ന സംഭവം തൊട്ടേന് അമ്മ ഉണ്ടാക്കിയ പ്രശ്നം. അത് ഇങ്ങനെ പീരിയഡ്സ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ തൊട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞ് അമ്മ എന്നാ പ്രശ്നം ഉണ്ടാക്കിയെന്നറിയാവോ? ഇതൊന്നും ഞാൻ മറന്നിട്ടില്ല. അമ്മായിമ്മയായിട്ട് അമ്മ എന്നോട് കാണിച്ചു കൂട്ടിയതുണ്ടല്ലോ, എൻ്റെ മരുമോളോട് ഞാൻ ചെയ്യില്ല. ഇനിയുള്ള തലമുറയെങ്കിലും ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങളില്ലാണ്ട് നന്നായിട്ട് ജീവിക്കട്ടെ. ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ഒരിതും ഇനിയുള്ള തലമുറ ഇങ്ങനെ തുടരണ്ട. അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിപ്പിച്ചോ. ഇനി മേലെ ഇമാതിരി സംസാരം ഇവിടെ ഉണ്ടായേക്കരുത്. മോള് പോയി കിടന്നോ. ഒന്ന് കാണിച്ചു കൂട്ടണം.